ഇ ഫയലിംഗ് സിസ്റ്റം DCMS പോർട്ടലിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ അതിൽ ലോഗിൻ ചെയ്യാമെന്നുള്ളത് ആദ്യത്തെ നടപടി. അതെങ്ങനെ ലോഗിൻ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഇ ഫയലിങ്ങിലെ യൂസർ ID വെച്ചിട്ട് ഇതിൽ തന്നെ ലോഗിൻ ചെയ്യാൻ സാധിക്കും. പക്ഷേ പാസ്വേഡിൽ ഞാൻ 1-2 ട്രൈ ചെയ്തപ്പോഴും പാസ്വേഡിൽ ചേഞ്ച് ചെയ്താൽ മാത്രമേ ഓപ്പൺ ആവുന്നുള്ളൂ. അപ്പോൾ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് അറിയില്ല. ഏതായാലും ഞാൻ ചെയ്തത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം DCMS എന്ന് പറയുന്ന സൈറ്റിലേക്ക് പോവുക, അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലോഗിൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരും. ആ ലോഗിൻ നമ്മൾ ഞെക്കി കഴിഞ്ഞാൽ ഇവിടെ യൂസർ ID യും പാസ്വേഡും കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ യൂസർ ID നമ്മൾ പഴയ ഈ ഫയലിങ്ങിൽ എങ്ങനെയാണോ ചെയ്തിരുന്നത് അതുപോലെ ഇവിടെയും ചെയ്യാവുന്നതാണ്. ആ യൂസർ ID കൊടുക്കുക, ഫോൺ നമ്പർ ആയിരിക്കും. അത് ജസ്റ്റ് ആ ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം മൊബൈൽ നമ്പർ കൊടുക്കുക, യൂസർ ID ആയിട്ട് ഈ മൊബൈൽ നമ്പർ കൊടുക്കുക. അതിന് ശേഷം ഫോർഗെറ്റ് പാസ്വേഡ് കൊടുക്കുക. ഫോർഗെറ്റ് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡ്വക്കേറ്റിൻ്റെ മൊബൈലിലേക്ക് ആ OTP മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്താൽ സെൻഡ് OTP വരും. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ന്യൂ പാസ്വേഡ് പഴയതുപോലെ തന്നെ ഒരു ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, പിന്നെ ഒരു ലെറ്റർ അക്കം, പിന്നെ ഒരു സിമ്പൽ. അപ്പം അങ്ങനെ വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ക്യാപ്ചയും കൊടുക്കാം. റീസെറ്റ് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ ലോഗിൻ പാസ്വേഡും യൂസർ ID യും കിട്ടി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ലോഗിൻ ചെയ്യാൻ പോവുക. ലോഗിൻ ഇതേപോലെ തന്നെ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ ക്യാപ്ച ഇവിടെ കൊടുക്കുക. അത് കൊടുത്താൽ ലോഗിൻ ചെയ്യും. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വിൻഡോ കിട്ടും. ഏത് ഡാഷ്ബോർഡ് ഉൾപ്പെടെയുള്ള ഫയലിംഗ് സിസ്റ്റത്തിലേക്ക് നമുക്ക് എൻട്രി ആവും. നമ്മൾ ഓൾറെഡി ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ നോക്കിയാൽ പേര് വരും, അഡ്വക്കേറ്റിൻ്റെ പേര് വരും. അതിനുശേഷം നമ്മുടെ എന്തൊക്കെ ഫയലുകളുണ്ട് അതൊക്കെ ഇവിടെ വരും. നമ്മുടെ ഓൾറെഡി നമ്മുടെ പേരിൽ ഉള്ള ഫയലുകളും മൈ കേസസ് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് ജനറേറ്റ് ചെയ്തിട്ടൊക്കെ ഇവിടെ വരും. എല്ലാ ഫയലുകളും വരും. ഓക്കെ, ഇതിൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലത്തെ ഈ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. ഈ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തിട്ട് ആ പ്രൊഫൈലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അഡ്വക്കേറ്റിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അങ്ങനെ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. ഫോട്ടോ 2 MB താഴെയുള്ള ഫോട്ടോ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ ഈ പ്രൊഫൈലിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോവുക. ഏറ്റവും ലാസ്റ്റ് പോയി കഴിഞ്ഞാൽ സെക്കൻഡറി കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. ഈ സെക്കൻഡറി കോൺടാക്ട് ഡീറ്റെയിൽസിൽ ആരാണോ ഈ ഫയൽ എപ്പോഴും ചെയ്യുന്നത് അവരുടെ നമ്പർ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ നമുക്ക് ഈ OTP വരുമ്പോൾ അഡ്വക്കേറ്റിൽ നിന്ന് OTP ലഭിക്കാനുള്ള കാലതാമസം വരും. അപ്പോൾ നമുക്ക് ഈ ഫയലിംഗ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഈ സെക്കൻഡറി മൊബൈലായിട്ട് നമ്മുടെ നമ്പർ കൊടുക്കുക. ഈ ഫയൽ ആരാണോ ചെയ്യുന്നത് കൂടുതൽ ചെയ്യുന്നത് അവരുടെ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ സെക്കൻഡറി ഇമെയിൽ ID യും വേണമെങ്കിൽ കൊടുക്കാം. അതിൽ രണ്ടിലേക്കും ഈ OTP വരുന്നതായിരിക്കും. ഫൈനൽ സബ്മിഷൻ കൊടുക്കുമ്പോൾ വരുന്ന OTP ഈ നമ്പറിലേക്കും വരും. അപ്പോൾ നമുക്കത് ഒന്നും കൂടി കൺവീനിയൻ്റ് ആണ് ഈ ഫയൽ ചെയ്യാൻ. അത് അപ്ഡേറ്റ് കൊടുക്കുക. അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് പൂർത്തിയായി. നമുക്കത് ഈ ഫയൽ ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിലുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാം. ഓക്കെ, ബാക്കിയുള്ളത് പിന്നെ പറയാം.